20 വർഷം മുന്നേ മുനീറിന്റെ കൂടെ ഞാൻ ഒരു സമയത്ത് എൻ്റെ ഒരു അനുഭവം പറയുന്നത് ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയപ്പോൾ അന്നാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. കാരണം അന്ന് എന്നോട് പറഞ്ഞ് ഉമ്മയില്ലെങ്കിൽ ഒരു ഹോം സിനിമ ചെയ്യുന്നുണ്ട്, അപ്പൊ ഇതിന്റെ ഒരു മൈസൂർ കഥാപാത്രമായിട്ടൊരു വില്ലൻ ക്യാപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു ഞാനെന്ത് വില്ലൻ, ഞാൻ എങ്ങനെ അഭിനയിക്കും, അതൊക്കെ നമ്മൾ ഉഷാറാക്കി തരാൻ ഞാൻ ചെന്ന് കൊടുത്താൽ മതി ആളെ വന്നില്ല. പിന്നെ അഭിനയം അറിയാത്ത ആളെ ഏത് പൊട്ടനായിരുന്നു, അവനെ ഉഷാറാക്കിട്ടല്ല. ഓ അതാണ് കാണേണ്ടത്, അതാണ് അങ്ങനെ ചെയ്യുന്നത്. അവരെ കൂടെ ഫൈസൽ സാറിനെ പിന്നെ കൊച്ചി ടു മലബാറിലൂടെ പരിചയപ്പെട്ടു. അപ്പൊ ഈ രണ്ട് ആൾക്കാരെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് സിദ്ദീഖ് ലാല് അവരുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ട്. ഇവരൊരുമിച്ച് നടക്കുമ്പോൾ അവരെ കൂടെ റസൂൽ പറഞ്ഞമായിരിക്കും നമുക്ക് അഭിനയിക്കുമായിരിക്കും. ചെറിയ റോളായാലും വലിയ റോളായാലും അവരെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. മറ്റുള്ളവർ പോയി അഭിനയിക്കുന്നതായിരിക്കില്ല. പിന്നെ എന്നെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ 20 വർഷമായി ഈ ഫീൽഡിലൂടെ ഇറങ്ങിയിട്ടും പാടിയിട്ടും അഭിനയിച്ചിട്ടും പല കാലങ്ങളിലൂടെ ചെയ്തിട്ടും പ്രസക്തി ഉണ്ടാവില്ല. കാരണം നമുക്ക് പ്രസക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഒരു അംഗീകാരം കിട്ടണം. ഇന്നിപ്പോ ഇങ്ങോട്ട് വരുമ്പോ തന്നെ വൈഫൈ ചേർന്നത് എന്തിനാ നിങ്ങൾ മനസ്സിൽ പോകുന്നത്, ഇവിടെ പേരുന്നത് നിങ്ങൾ എവിടേക്ക് അഭിനയിക്കാൻ പോണത്. അപ്പൊ നമുക്ക് എന്താ പറയുക, എതിർപ്പ് പറയാതെ നമ്മുടെ അടുത്ത് നമ്മളെ ബാക്കിയുള്ളവരെന്ന് പറഞ്ഞു ആ ഓമഞ്ഞ് പോയിട്ട് ഒരു പെണ്ണിനെ കെട്ടിപ്പിടിച്ച് അത് ആലിംഗനം ചെയ്ത് അതങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി ലാസ്റ്റ് 3 കുട്ടികളായത് വിധവ പെട്ടി. ഇത് പറഞ്ഞ പിന്നെ എനിക്ക് അഭിനയിക്കാൻ പോകാൻ പറ്റുമോ? ഒന്ന് ഡയലോഗ് പറയാൻ പറ്റും. ഇനി എവിടെയെങ്കിലും പോയിട്ട് 2 ഡയലോഗ് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നും സാധിക്കില്ല. കാരണം ഇന്ന് അങ്ങനെയാണ്. കാരണം എനിക്ക് ഞാനെന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡ് മമ്മൂട്ടിന്റെ പടല്ലേ അതേമാതിരിക്കാണ്. ഇതിലും വലിയൊരു പറയാന്നുണ്ടെങ്കിൽ എന്റെ നാട്ടിലെ ജനങ്ങൾ എന്നെ പരിഹസിച്ചിട്ട് എനിക്ക് ഞാൻ ഇറങ്ങിയിട്ട് ഒന്ന് പാട്ട് പാടും. അലിഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഫസ്റ്റ് ആയിട്ട് പാട്ട് പാടാം. അന്ന് നാട്ടിൽ വെച്ചിട്ട് ആ ഫസ്റ്റ് വേദിയിൽ വിളിച്ചിട്ടോട് പറഞ്ഞു ഇതിൽ പാടണം. അന്ന് എനിക്ക് ഒരു മൂളക പാട്ട് പോലെ അറിയില്ല. പക്ഷെ ഞാൻ ആ തന്നെ എന്തായാലും പള്ളിയിലെ സ്റ്റേജിൽ കയറി പാടണം, ആ ആൾക്കാരെ കാണട്ടെ, എന്തായാലും പള്ളില്ല. ആ ധൈര്യത്തിലാണ് വന്ന് ഞാൻ സ്റ്റേജിലേക്ക് കയറി ഞാൻ പാടി പെണ്ണെ നീ എൻ കനവിൽ. ആ പാട്ടാണ് പാടി. പക്ഷെ അതാണ് ഹിറ്റായി, എല്ലാവരും ഇഷ്ടപ്പെട്ടു. പക്ഷെ കുറച്ച് പൗതി ആൾക്കാരുണ്ടാവും നമ്മൾക്ക് എന്ത് ചെയ്തെങ്കിലും പാട്ടച്ച് പാടി ഇതിനെ ചെങ്ങാഴ്ച പാടി. ഇങ്ങനെ തന്നെ രാവിലെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോ നമ്മളോട് സുഖമാണോ അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വന്ന ഒരാളോട് ചോദിക്കും, വരുമ്പോ ചോദിക്കും എന്നാ വന്നത്, പിന്നെ എന്താ പോകുന്നത് എന്നാ വായിക്കാം. ഇവിടെ ഇറങ്ങി ആ പാട് ചോദിക്കും എന്താണ് എന്ത് ചെയ്യലും പട്ട പൊട്ട പാടുന്നത്. അങ്ങനെ എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ഭാഷ പറഞ്ഞു. കാരണം പാട് എന്റെ നാട്ടിലെ ജനങ്ങളെ ഇടയിൽ പരിഹാസിച്ച് അവരെ ഇടയിൽ വെച്ചിട്ട് അവാർഡ് മേടിക്കണം, അവരെ ഇടയിൽ വെച്ചിട്ട് ചടങ്ങണം തന്നെ എന്ത് വന്നാലും വേണം. അങ്ങനെ ഞാന് ഈ മുനകറൊക്കെ ഉണ്ടല്ലോ ഒപ്പം നടന്നത്. അവൻ പറയും ഇടച്ചു വിഷമിക്കടച്ച് കരയണ്ട, ഞാൻ എന്റെ കൂടെ പാവാണ്. കാരണമെങ്കിൽ എവിടെ എന്തുണ്ടെന്നെങ്കിലും ഇപ്പോഴും രാത്രി എനിക്ക് വിളിച്ചിട്ട് വരണം, എനിക്ക് റോളില്ല ഇതൊന്നും വിചാരിക്കണം, എനിക്ക് എന്തെങ്കിലുമൊക്കെ തരുന്നാൻ പാടില്ല, ഇതിന്റെ കൂടെ വേണം. അതാണ് നമ്മളെന്ത് പറയുന്നത്. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് നേരവും കണ്ടാണ് ഇത് ചെറിയ അനുഭവം പറയാൻ വേദിയിലേക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് എന്റെ സങ്കടം തീർക്കണമെങ്കിൽ നിങ്ങളോട് പരമാവധി. പക്ഷെ എന്റെ അനുഭവം ആയിരിക്കും ആരും ഈ കലാകാരത്തിലേക്ക് വന്നിട്ട് ആവരുത്, എത്തിപ്പെടണം, നല്ലത് എത്തിയിട്ട് അത് വിജയമായിട്ട് നല്ല മുന്നോട്ട് പോകണം. അതാണ് എന്റെ ആഗ്രഹം. ഇന്നും ആർക്കും നമ്മുടെ നാട്ടിൽ ഇന്നും ഒരു വിലയില്ലാത്ത മാർഗം. കാരണം പക്ഷെ വില തിരിച്ചെടുത്ത എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റേ ഒരു എയ്ഡ്സ് അഭിനയിച്ചു ഒരു നേരത്തെ അസ്കൃതമാണ്. അതിൽ അഭിനയിച്ചപ്പോ ആണെങ്കിൽ അന്ന് ഞാനൊരു ലോൺ എടുത്തിരുന്നു. മറ്റേ ഞാൻ 4 സൈതന്മാരെ കൂടിയിട്ട് PMRI ലോൺ എടുത്ത് ബിസിനസ് ചെയ്തപ്പോൾ ആണെങ്കിൽ അത് പൊളിഞ്ഞിട്ട് ജപ്തി നോട്ടീസ് വന്നു. വീട്ടില് വില്ലേജ് ഓഫീസർ പോയി. എന്റെ മറ്റുള്ള സുഹൃത്തുക്കളും കൂടി അവർ ഞാനാണ് അതിന് മുതലായിട്ട് അന്ന് റോട്ടുമലക്ക് വന്നിട്ട് വില്ലേജ് ഓഫീസറിനെ വിളിച്ചപ്പോഴേ എന്നോട് ചോദിച്ചു ഞാനാണ് ബാക്കി എന്റെ നോക്കിയാ. അപ്പൊ അവിടെ തന്നെ എന്റെ വലിയൊരു കട്ടോട്ട് അതിന്റെ പല ഇങ്ങനെ സ്കൂളായിട്ട് ഇത് എന്നെ പോലത്തെ ഒരാളുടെ അവരാണ്. അങ്ങനെ
ഞാൻ പറയുന്നത് ഒരൊറ്റ പാട്ടിന്റെ നാട്ടിൽ പാടിയിട്ട് ഹിറ്റായിട്ട് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്ന വാശിയിൽ നടന്നപ്പോൾ നമ്മുടെ സീഡികളുടെ നൗഷാദ് നിങ്ങൾക്ക് എല്ലാവർക്കും നൗഷാദ് അറിയില്ല. നൗഷാദ് പറ്റും എനിക്കൊരു പാട്ട്, ഒരു പാട്ടുകൾ പാടണം എനിക്ക്. അങ്ങനെ ഞാൻ വെള്ളിക്കൊലുസന ആൽബത്തില് ആ പാട്ട് ഒറ്റ പാട്ട് ഞാൻ പാടിയത് പാടില്ലേ കേട്ടില്ലേ? ആ പാട്ട് ഞാൻ ഫസ്റ്റ് ആയിട്ട് പാടിയത്. അന്ന് ഞാൻ നൗഷാദ് കോഴിക്കോട് രാജശ്രീ സ്റ്റുഡിയോക്ക് പോകുമ്പോൾ വണ്ടിയിൽ കയറും, പിന്നെ ട്രെയിനിൽ കയറുമ്പോൾ പറയണം നമ്മുടെ നാട്ടിൽ നിന്നാണ് നൗഷാദ് കല്യാണിച്ചത്. ആ പൊട്ടന കൊടുക്കാൻ കൊണ്ടുവന്നത് ആ പൊട്ടൻ പാടി ശരിയാവില്ല തന്നെ അവരെ കൊണ്ട് വെറുതെ കാലിലെ സ്റ്റുഡിയോ കൊള്ളാക്കണത്. അന്ന് ഞാൻ പോയി പാടി എന്റെ അടുത്ത് താജത്തിന്നത് ഇത് ഇറ്റാവുന്നത് ഞാൻ പാടി നൗഷാദ് പാടി ഇവിടെ വിട്ടപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്റെ വോയിസ് ആണ്. അങ്ങനെ ആ പാട്ട് വന്നു. പിന്നെ കരുണാമൻ അന്തനായിട്ട് അഭിനയിച്ച് വിധനായിട്ട് പല ബോധം. അങ്ങനെ നാട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവാർഡ് മേടിക്കണം എന്ന് തോന്നിയിട്ട് എന്റെ നാട്ടിൽ തന്നെ വെച്ചിട്ട് എനിക്ക് അവാർഡ് നൽകി. അപ്പോ ഇനി കൂടുതലായിട്ട് ഞാനൊന്നും സംസാരിക്കില്ല, പലരും സംസാരിക്കാനുണ്ടോ. അപ്പൊ എന്തായാലും വേണ്ടില്ല എന്റെ ഒരു പിന്നെ എന്റെ ഇനി എനിക്കെന്നാണെങ്കിൽ ഇപ്പോ അധികം ഒരുപാടൊക്കെ ഏജായി. ഞാൻ അഭിനയിക്കണം തോന്നുന്നില്ല, ഇനിയിപ്പോ മുന്നോട്ട് പോകാനല്ല ആവൂല. എന്നാലും വേണ്ട ഇവരെ പോലത്തെ ഇതിലൊക്കെ വരുമ്പോ എന്തെങ്കിലുമൊക്കെ ചെറിയ റോഡെങ്കിലും കാണിക്കുക, അത്ര തന്നെ ഉള്ളൂ. പക്ഷെ എന്റെ ഭാഷകളായിട്ട് എന്റെ നാട്ടിലെ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുത്ത് ഞാനാണെന്നുള്ളത് അതെനിക്ക് മാത്രമുള്ളൂ. അല്ല വേറെ ആരെങ്കിലും വേണമെന്നില്ല. ഇന്നാ നാട്ടിലെ ജനങ്ങളുടെ പഴയ റാഫി മരിച്ചുപോയി, ഇത് പുതിയ റാഫി പുനർജനിച്ചതാണ്. എന്തായാലും വേണ്ട നമ്മുടെ മുനീർ സാറിനും നമ്മുടെ CK ഫൈസൽ സാറിനും ഇതിലൂടെ തന്നെ നമ്മളെ മുനീർ ഫൈസൽ സാറും രക്ഷപ്പെട്ട് ഒരു സിദ്ദീഖിനുള്ള ആ സിനിമ പിന്നെ സംവിധായകന്മാർക്ക് ഇവര് വെള്ളത്തിരയിൽ തിളങ്ങിയിട്ട് നാളെ ഇവര് സ്റ്റേജിൽ എന്തെങ്കിലും കയറി ആദരവ് SI ആയിട്ട് അഭിനയിച്ച ആ ഗഫൂർ നേരങ്ങളുടെ നായകനായി. അതൊക്കെ മുനവറിനെ കൊണ്ടും ഫീസറോട് കിട്ടി. ഇതിലുള്ള നായിക അതിനൊക്കെ മറ്റുള്ള ഒരുപാട് ആകർഷണങ്ങൾ അഭിനയിക്കുന്ന ആദരവായിട്ട് അതേമാതിരി ഇതാ നമ്മളെ ഇങ്ങനെ ഒരുപാട് പേര്. അപ്പോ എന്തായാലും പിന്നെ നമ്മളെ ബഷീർഖാനെ കണ്ടതിൽ വളരെ സന്തോഷം. ഒരു കാലത്ത് കണ്ടപ്പോ പുറകില് ആടിക്ക് പിന്നെ കാർത്ത് ഇങ്ങനെ ഉഷാറായി നടത്തുന്ന ആളാണ്. പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പൊ അദ്ദേഹത്തിനോട് പുറക്കണം നിങ്ങളെ വേഷം മാറ്റി ലാഭർ പോയിട്ടില്ല. അപ്പൊ എന്തായാലും എല്ലാവരും ഒറ്റ വാക്കിൽ പറഞ്ഞ് നമ്മുടെ ഇവര് പിന്നെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും എല്ലാവരും സപ്പോർട്ട് നിന്ന് അവര് രണ്ടുപേരെയും നല്ല ഉയർന്ന നിലയിൽ എത്തിക്കണം. ഇന്ന് നമ്മൾ 20 വർഷം മുന്നേ കണ്ട ആൾക്കാരൊക്കെ ഇവിടെ ആരിച്ചുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് അവർക്കത് കാണാനായി. എന്തായാലും ഞാന് നിങ്ങളോട് എല്ലാവരും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഒരുപാട് വാക്കുകൾ നിങ്ങൾക്ക് ബോറടിക്കണ്ട. അത് ശരി, ഓക്കെ.